നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസാദ്. ഡയബറ്റിസ് റിവേഴ്സിബിളാണോ? ഡയബറ്റിസ് മാത്രമല്ല, എല്ലാ ജീവിതശൈലി രോഗങ്ങളും റിവേഴ്സിബിളാണ്. നമ്മളൊരു രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തെ ചികിത്സിച്ചാലേ ആ രോഗം മാറും. ഇപ്പോൾ ബ്ലഡ് ഷുഗർ കൂടിയതിന് ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള ഗുളിക കഴിച്ചാലും ഇൻസുലിൻ കുത്തിയാലും എങ്ങനെ രോഗം മാറും? ബ്ലഡ് ഷുഗർ കൂടാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്, പാൻക്രിയാസിന് എന്താണ് പറ്റിയത്, എന്താണ് പാൻക്രിയാസിൻ്റെ പ്രോബ്ലം, ഇത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യുമ്പോഴല്ലേ പ്രമേഹം മാറും. അതുപോലെ പ്രഷർ, ഒരാളുടെ പ്രഷർ കൂടി, പ്രഷർ കുറക്കാനുള്ള ഗുളിക കഴിക്കുന്നു. ആ പ്രഷർ കൂടാൻ കാരണം എന്താ? അപ്പോൾ രക്തക്കള്ളിൽ കൊഴുപ്പടിയുന്നതോ, LDL കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക്സ് ഉണ്ടാവുന്നതോ, രക്തക്കള്ളി ഭിത്തിയിൽ നിറയെ ബ്ലോക്കുകൾ നിറയുമ്പോൾ രക്തോട്ടം കുറയുന്നതും അതിനനുസരിച്ച് ഹൃദയം കൂടുതൽ ബലത്തിൽ പമ്പ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നതും, അത് തിരിച്ചു പിടിക്കാൻ എന്ത് വേണമെന്നുള്ള പ്ലാനിങ്ങുകളാണ് ട്രീറ്റ്മെൻറ്റ് കിടക്കുന്നത്. അതല്ലാതെ പ്രഷർ കുറക്കാനുള്ള ഗുളിക കഴിച്ചാൽ മരിക്കുന്നൊരു പ്രഷറിൻ്റെ ഗുളിക കഴിക്കലേ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ രസം ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇതൊക്കെ പൂജ്യമാവുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ്. ഒരാളുടെ കൊളസ്ട്രോൾ കൂടി ഉടനെ വറുത്തതും പൊരിച്ചതും കൊഴുപ്പും കുറക്കും ഗുളിക കഴിക്കാൻ തുടങ്ങും. മരിക്കുന്ന അന്ന് വരെ കഴിക്കലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗങ്ങളുടെ എല്ലാം കാരണം എന്താണ്? ബേസിക് കോസ് നമ്മുടെ ജീവിതശൈലി താളം തെറ്റി. ജീവിതശൈലി താളം തെറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് പാൻക്രിയാസിനെ ബാധിക്കാം, രക്തക്കൊള്ളുകളെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, കരളെ, നമ്മുടെ അകത്തുള്ള ഓരോ അവയവങ്ങളെയും ബാധിക്കാം. ശരിക്കും പറഞ്ഞാൽ എല്ലാ അവയവങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും അകാല വാർദ്ധക്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. അത് തിരിച്ചറിയാം നിങ്ങൾ. എന്തുകൊണ്ട് നമ്മളിങ്ങനെയായി, ഇതെല്ലാം തിരിച്ചു പഴയ പോലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുമ്പോഴാണ് ശരിക്കുള്ള രോഗവിമുക്തി കിട്ടുക. ആരോഗ്യം പോകുമ്പോഴാണ് രോഗങ്ങൾ വരിക. ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള കാര്യം ചെയ്യുക, അപ്പോൾ രോഗങ്ങൾ മാറും. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒന്ന് അദ്ദേഹം ഷെയർ ചെയ്തൊന്ന് കേൾക്ക്. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് എന്താണ് സംഭവിച്ചത്. ഇതിൻ്റെ പിറകിലെ സയൻസ് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കുക. എൻ്റെ പേര് മാത്യു ജോർജ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഡോക്ടർ പ്രസാദിൻ്റെ ഈ ഹീൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുന്നത്. ഏകദേശം ഒരു 10 വർഷം മുമ്പ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും, പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ ഡോക്ടറെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ലഡു ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് എനിക്കും ഇതിലങ്ങ് വിശ്വാസം വന്നില്ല. ഇത് എങ്ങനെയാണ് ഇത് വിജയിക്കുക എന്നുള്ളതിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അതിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാതെ വന്നു. അതിനുശേഷം ഞാൻ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷിക്കാത്ത യാതൊരുവിധ മേഖലകളുമില്ല. ജിമ്മിലൊക്കെ പോയിട്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല യൂട്യൂബിലൊക്കെ കാണുന്ന പച്ചമരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ എന്ന് വേണ്ട എല്ലാം പരീക്ഷിക്കാത്ത ഒന്നുമില്ല. അവസാനം നിരാശയായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു അവസാന കൈ എന്നുള്ള രീതിയിൽ ഡോക്ടറുടെ ഈ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു. ഞാനതിൽ 2-3 ദിവസം ഡോക്ടറുടെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കിതിൻ്റെ സയൻസ്, ഞാനൊരു സയൻസ് ഗ്രാജുവേറ്റാണ്, അപ്പോൾ എനിക്ക് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഏതായാലും ഒരു പിടിവള്ളി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. കാരണം ഞാൻ എക്സസൈസ് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഈ 4-5 മാസം ഞാൻ ഡോക്ടറുടെ ഈ ഗ്രൂപ്പിൽ കൂടിയിട്ട് രാവിലെ മാത്രം ഞാൻ എക്സസൈസ് ചെയ്തു. രാവിലെ മാത്രം എക്സസൈസ് ചെയ്തിട്ട് പോലും എൻ്റെ ജീവിതം മൊത്തത്തിലങ്ങ് മാറി മറിഞ്ഞു. അപ്പം അതിൻ്റെ ചെറിയ 2-3 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് 2023 വിരമിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതിനുശേഷം ഞാനിപ്പോൾ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ഞാൻ അതിനുശേഷം 2-3 പ്രാവശ്യം എൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞത്, സാറ് റിട്ടയർ ചെയ്തപ്പം 56 വയസ്സായിരുന്നു, ഇപ്പൊ സാറിനെ കണ്ട 46 വയസ്സേ ഉള്ളൂ, എന്താണ് അതിൻ്റെ രഹസ്യം? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു ഉൾപ്പുളകം ഉണ്ടാക്കി. മാത്രമല്ല വേറൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് പാട്ട് പാടുന്ന ആളാണ്, പാട്ട് പാടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് വന്ന് മൂർധന്യ അവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ പാട്ടിനെ അത് നന്നായിട്ട് എൻ്റെ വോക്കൽ ബോക്സ് ഒക്കെ അങ്ങ് അടഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ
ഇതെല്ലാം മാറി. ഞാൻ പല ഡോക്ടർമാരെയൊക്കെ കണ്ടു, ENT ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിലൊക്കെ അന്നേരം അവർ പറഞ്ഞ കുറച്ച് ഗുളികകളും മരുന്നൊക്കെ കഴിച്ചെന്നല്ലാണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം അതെല്ലാം മാറി. ഇപ്പൊ തന്നെ എൻ്റെ സൗണ്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും എൻ്റെ സൗണ്ട് വളരെ ക്ലിയർ ആണ്. ഇത് വേറൊന്നുമല്ല, ഇതിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കിനി ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, രാവിലെ എക്സസൈസ് ചെയ്യുന്നു, വൈകുന്നേരം ചെയ്യുന്നില്ലായിരുന്നു ഇതുവരെ. ഇനി രാവിലെയും വൈകുന്നേരവും കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇത് ഡോക്ടറുടെ ഈ ആശയം എല്ലാ ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. കേട്ട് കഴിഞ്ഞിട്ട് എന്താണ് തോന്നിയത്? ഇപ്പം ഇദ്ദേഹം പറയുന്നത് 2 നേരം വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ പറയും, ദൈവമേ 2 നേരം, 1 നേരം തന്നെ വ്യായാമം ചെയ്യാൻ എനിക്ക് സമയമില്ലല്ലോ എന്നാണ് വിചാരിക്കുക. നമ്മൾ 2 നേരം ഓരോ മിനിറ്റ് പല്ല് തേക്കുന്ന ഗുണം അരമണിക്കൂർ പല്ല് തേച്ചാൽ കിട്ടുമോ? 5 മിനിറ്റ് രാവിലെ 5 മിനിറ്റ് വൈകുന്നേരം കുളിച്ചാൽ കിട്ടുന്ന ഗുണം 1 മണിക്കൂർ എടുത്ത് കുളിച്ചാൽ കിട്ടുക. ട്രീറ്റ്മെൻറ്റ് ഫേസിൽ ആദ്യത്തെ കുറച്ച് നാൾ ഇത്രയും കാലം കൊണ്ട് അടിഞ്ഞുകൂടിയ ഗ്ലൂക്കോസും കൊഴുപ്പും എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളെ ബാധിച്ച വാർദ്ധക്യം, അകാല വാർദ്ധക്യം, രക്തക്കൊഴൽ വൃത്തിയാക്കണം, അടിഞ്ഞയുടെ ദുർമേധസ് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ ഒരു ചടങ്ങ് പോലെ ആമ നടക്കുന്ന പോലെ നടന്ന് കാണിച്ചിട്ട് ഞാൻ ഡെയിലി വ്യായാമം ചെയ്തെന്ന് ആശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിലൊരു പ്ലാനിങ് വേണം. ഞാൻ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ച ഈ ദുർമേധസ് എല്ലാ അവയവത്തിലും അടിഞ്ഞു കിടക്കുന്നുണ്ട്, എല്ലാ അവയവത്തിലും അകാല വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. ഈ അവയവങ്ങളെല്ലാം തന്നെ വീണ്ടും ഒന്ന് യങ്ങാക്കി എടുക്കാൻ, വീണ്ടും പഴയ ചെറുപ്പം തിരിച്ചു പിടിക്കാൻ എന്ത് വേണം? ഇത് മനസ്സിലാക്കി ചെയ്തവർക്ക് കണ്ണട ഉപയോഗിച്ചിട്ട് കണ്ണട പോലും ഇല്ലാതായി. എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് ആൾക്കാർക്ക്, അതെല്ലാം മാറുന്നു. സെക്സ് പ്രോബ്ലംസ്, കാലിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാം ഞാൻ പ്രത്യേകിച്ച് ഒരു രോഗത്തെ പറയുന്നില്ല. ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസും റിവേഴ്സിബിൾ ആണ്. എത്രത്തോളം എന്നുള്ളത് നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചതനുസരിച്ചിരിക്കും. ഓക്കെ.